ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ VK. ഈ വരുന്ന +1 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാമിന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള 7 കിടിലൻ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ 7 കിടിലൻ ചോദ്യങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം. സോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് റിസ്ക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ ബിസിനസ് റിസ്ക് അറൈസസ് ഡ്യൂ ടു വേരിയസ് കോസസ്. ബിസിനസ് റിസ്ക് വിവിധ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് 2 എക്സാമ്പിൾസ് ഓഫ് ഈച്ച് കോസസ്. ഓരോ കോസസിനും അല്ലെങ്കിൽ റിസ്കിന് സംഭവിക്കാവുന്ന ഓരോ കോസസിനും കൃത്യമായിട്ടുള്ള എക്സാമ്പിൾസും എഴുതാൻ വേണ്ടി പറഞ്ഞു. മക്കളെ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതേണ്ടത് എന്താണ് ബിസിനസ് റിസ്ക് എന്ന് എഴുതണം. കാരണം ദ പോസിബിലിറ്റി ഓഫ് ഇനാഡിക്വേറ്റ് പ്രോഫിറ്റ് ഓർ ലോസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് ഓർ അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ബിസിനസ് റിസ്കിന്റെ മീനിങ് കൃത്യമായിട്ട് എഴുതണം. അതിനുശേഷമായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത് വിവിധ കാരണങ്ങളും അതിന്റെ എക്സാമ്പിൾസും സാറോട് കൊടുത്തിട്ട് ഇതേപോലെ പഠിച്ചു വെച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. നാച്ചുറൽ കോസസിന് ഫ്ലഡ്, എർത്ത്, ലൈറ്റ്നിങ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഹ്യൂമൻ കോസസിനാകട്ടെ ഡിസ്ഹോണസ്റ്റി, നെഗ്ലിജൻസ് ഓർ ഇൻഎഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്. എക്കണോമിക് കോസസിനാകട്ടെ increase in competition, changes in technology, tax rate. Then other causes of business risk വരുന്നത് political disturbance, mechanical failure. ഓരോന്ന് 2 എക്സാമ്പിൾസിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. സോ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് പരിശോധിക്കാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, എന്താണ് പാർട്ട്ണർഷിപ്പ്? വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ എനി 4 അഡ്വാൻറ്റേജസ് ആൻഡ് 3 ലിമിറ്റേഷൻസ് ഓഫ് ഇറ്റ്. അപ്പോൾ മക്കളെ, ഉറപ്പായിട്ട് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന്. ഇവിടെ സാർ സിമ്പിളായിട്ട് ഈ ഒരു സ്ലൈഡ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. സോ സിമ്പിളായിട്ട് ഈ ഒരു ഡെഫിനേഷൻ ഓർത്ത് വെക്കുക. 1932 ആണ് പാർട്ട്ണർഷിപ്പ് ആക്ട് വരുന്നത്. എ റിലേഷൻഷിപ്പ് വേർ ഇൻഡിവിജ്വൽസ് അഗ്രി ടു ഷെയർ പ്രോഫിറ്റ്സ് ഫ്രം എ ബിസിനസ് റൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ഓൺ ബിഹാഫ് ഓഫ് ഓൾ എന്ന സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. സോ ഇവിടെ സാർ ഇവിടെ പ്രോഫിറ്റ്സ് ഷെയർ പ്രോഫിറ്റ്സ് ഓർ വൺ ആക്ടിങ് ഫോർ ആൾ എന്ന് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഫോർമേഷൻ എങ്ങനെയാണ്? പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ്. ലാബിലിറ്റി എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണ് അല്ലെങ്കിൽ ജോയിൻലി ആണ്. റിസ്ക് ബിയറിംഗിന് വരുന്ന സമയത്ത് ജോയിൻലി ആണ്. ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിംഗ് വരുന്ന സമയത്ത് മ്യൂച്വൽ കൺസെന്റ് ആണ് അല്ലേ. ഇനി കണ്ടിന്യൂറ്റി, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ട്. മ്യൂച്വൽ ഏജൻസി എന്ന ഏജന്റ് ഫോർ ആൾ. ഈ ഫീച്ചേഴ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അഡ്വാൻറ്റേജ് ക്വസ്റ്റിലേക്ക് വരാം. അഡ്വാൻറ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഈസി ഓഫ് ഡൂയിങ് എന്ന് വെച്ചാൽ എന്താ? എഗ്രിമെന്റ് ഓർ രജിസ്ട്രേഷൻ നോട്ട് കമ്പൽസറി ബട്ട് അഡ്വൈസബിൾ ആണ്. ഇനി ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. എക്സ്പേർട്ട് ഇൻ മാനേജ്മെന്റ് പ്ലസ് എക്സ്പേർട്ട് ഇൻ കംപ്ലൈൻസ്. കമ്പൈൻഡ് നോളേജ് ആണ് വരുന്നത്. മോർ ഫണ്ട് അല്ലേ, ഫണ്ട് പ്ലസ് ഫണ്ട്, മോർ ഫണ്ട്സ്. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. ദെൻ ഷെയറിംഗ് ഓഫ് റിസ്ക്. എന്താ? റിസ്ക് ഷെയർ ബൈ ഓൾ. എല്ലാവരും റിസ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. സീക്രസി ആണ്. നോട്ട് ലീഗലി റിക്വയർഡ് ടു പബ്ലിഷ് ഇറ്റ്സ് അക്കൗണ്ട്സ്. എന്താണ്? കൃത്യമായിട്ടുള്ള സീക്രസി അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ലാബിലിറ്റി ആണ്. നമ്മളെ പാർട്ട്നേഴ്സിന്റെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ദെൻ ലിമിറ്റഡ് റിസോഴ്സ് ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. കോൺഫ്ലിക്റ്റ്, തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. സോ ഇത്രയും 4 പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തുണ്ട്? പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഉണ്ട് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. SCA ടൈപ്പ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ദാറ്റ് ഈസ് അവർ തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് MNC? മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലെയിൻ എനി 4 ഫീച്ചേഴ്സ് ഓഫ് MNC. ഏതെങ്കിലും ഒരു 4 ഫീച്ചേഴ്സ്. മക്കളെ, 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കിടിലൻ ചോദ്യമാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. സോ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താണ് ഗ്ലോബൽ എന്റർപ്രൈസ് അല്ലെങ്കിൽ എന്താണ് MNC എന്ന് കൃത്യമായിട്ട് പഠിച്ചു എഴുതണം. സോ കമ്പനി ക്യാരിങ് ഓൺ ബിസിനസ് ഇൻ 2 or more countries. അതായത് ഒന്നിലധികം രാജ്യങ്ങളിൽ ബിസിനസ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന വലിയ ബിസിനസ് സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? MNC അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറയുക. ഇവർക്ക് എന്തുണ്ടായിരിക്കും? സെവറൽ കൺട്രീസിൽ ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. കൂടാതെ ഫാക്ടറീസ്, ബ്രാഞ്ചസ്, ഓഫീസ് ഇൻ മോർ ദാൻ 1 country. ഒന്നിലധികം രാജ്യങ്ങളിൽ ഇവർക്ക് ഫാക്ടറീസ് ഉണ്ടായിരിക്കും, ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ MNC എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ബ്രാഞ്ചസിനെ പറയുന്ന പേരാണ് മെജോറിറ്റി ഓൺ ഫോറിൻ അഫിലിയേറ്റ്സ്, MOFA. എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സ് ആണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരിക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നത്. കൂടാതെ വൈഡ് ഏരിയ ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇത്തരത്തിലുള്ള ഫേമുകൾ ഉപയോഗിക്കുന്നത്. ദെൻ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി, പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, പുതിയ ടെക്നോളജികൾ, പുതിയ പ്രൊഡക്റ്റിന്റെ ഇന്നോവേഷൻസ് ഒക്കെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ദെൻ സെൻട്രലൈസ്ഡ് കൺട്രോൾ ആണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റെല്ലാ രാജ്യത്തെയും ബ്രാഞ്ചസ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഏതെങ്കിലും ഒരു 5 എണ്ണമോ 4 എണ്ണമോ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ് ഇൻഷുറൻസ്.
ഇൻഷുറൻസ് എന്ന കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കൂടാതെ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്താ പരിശോധിക്കാം. സോ എന്താണ് ഇൻഷുറൻസ് എന്ന് പരിശോധിക്കാം. സിമ്പിളാണ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഇൻഷുർഡ് ആൻഡ് ദ ഇൻഷുറർ. ഒരു ഇൻഷുർഡും ഇൻഷുററും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്, അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്, ഒരു കോൺട്രാക്ടിനെ നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ അവിടെ എന്താണ് നടക്കുന്നത്? ഇൻഷുറർ undertakes to indemnify the loss caused to the insured. അല്ലെ, ഇവിടെ എന്താ ചെയ്യുന്നത്? ഇൻഷുവേർഡിന്റെ ലോസ് ഇൻഡംനിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സർട്ടൻ ഇവന്റുകൾ നടക്കുന്നത് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുവേർഡിന്റെ ലോസ് ഇൻഡംനിഫൈ ചെയ്ത് കൊള്ളാം എന്നാണ് ഇവിടെ ഈ കോൺട്രാക്ട് പ്രകാരം പറയുന്നത്. അതിനെയാണ് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ എല്ലാവർക്കും അറിയുന്നതാണ്. സോ സാർ കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ലൈവ് ക്ലാസ്സിൽ അല്ലേ. IC മ്യൂസിക് എന്ന് പഠിച്ചാൽ മതി അല്ലേ. IC മ്യൂസിക് എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രിൻസിപ്പിളിനെയും ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇവിടെ കോസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോക്സിമേറ്റ് കോസിന്റെ C എടുക്കാം കേട്ടോ. പ്രോക്സിമേറ്റ് കോസിന്റെ C എടുക്കാം. ഇവിടെ P കൊടുത്തിട്ടില്ല, സോ C ആണ് അവിടെ വരുന്നത്. പ്രോക്സിമേറ്റ് കോസിന്റെ C എടുത്താൽ മതി. ഓക്കെ, സോ ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ, IC മ്യൂസിക് എന്ന കോഡ് പഠിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് പൂ പോലെ പുഷ്പം പോലെ നിങ്ങൾക്ക് എന്താക്കാം, പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എ ബിസിനസ് ഓർഗനൈസേഷൻ മസ്റ്റ് ബി റെസ്പോൺസിബിൾ to different interest groups, how the business imparts its responsibility to various interest groups. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ് മക്കളെ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനോട് കാണിക്കേണ്ടതുണ്ട്. സോ ഏതൊക്കെയാണ് ആ ഗ്രൂപ്പുകൾ, അവരോടൊക്കെ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് കാണിക്കേണ്ടതെന്നാണ് ചോദിച്ചത് മക്കളെ. ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. 4 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓണേഴ്സിനോടാണെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് സേഫ് ആൻഡ് ഫെയർ ആഡിക്വേറ്റ് സ്റ്റേബിൾ ലോങ് റേറ്റ് ഓഫ് റിട്ടേൺ. അതേപോലെ തന്നെ എംപ്ലോയീസിനോടാണെങ്കിൽ അവർക്ക് ഫെയർ വേജസ്, providing security to job opportunities for promotion. And consumersനാണെങ്കിൽ quality and quantity of goods and services at fair and reasonable price. റീസണബിൾ പ്രൈസിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഫെയർ പ്രൈസിൽ അവർക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെർവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് കൺസ്യൂമേഴ്സിന് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി. സപ്ലൈസിനാണെങ്കിൽ എന്താ, റെഗുലർ ആൻഡ് ടൈംലി സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സപ്ലൈ അവർ റോ മെറ്റീരിയൽ സപ്ലൈ ഉണ്ട്. സോ അവർക്ക് പ്രോംപ്റ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് എന്താക്കാറുണ്ട്, പ്രോംപ്റ്റ് പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. പ്രോംപ്റ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് എന്തിൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ കേസിൽ. ഇനി അടുത്തത് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ദ ലോ ഓഫ് ദി കൺട്രി. ഒരു രാജ്യത്തിലെ നിയമങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം ഒരു സ്ഥാപനം പ്രവർത്തിക്കേണ്ടത്. ഇനി കമ്മ്യൂണിറ്റി ആണെങ്കിൽ കൃത്യമായിട്ട് റിസോഴ്സസ് ഫോർ ദി സേഫ്റ്റി ആൻഡ് വെൽഫെയർ ഓഫ് ദി കമ്മ്യൂണിറ്റി, അതായത് കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിന് വേണ്ടി റിസോഴ്സസ് ഒക്കെ സേഫ് ആയിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. സോ അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ് കമ്മ്യൂണിറ്റിയോട് കാണിക്കുന്നത്. കൃത്യമായിട്ട് ഈ ഭാഗങ്ങളെല്ലാവരും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇനി 5 ക്ലോസ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സിലൊക്കെ പറയുന്നതാണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തമ്മിലുള്ള ഡിഫറൻസുകൾ, കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും മക്കളെ. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ഓഫ് എ കമ്പനി. ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഡോക്യുമെന്റാണ് നമ്മൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ചാർട്ടർ ഓഫ് ദി കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് ഈ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന ഡോക്യുമെന്റിൽ അടങ്ങിയിട്ടുള്ളത്? ദാറ്റ് ഈസ് പവേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ പവേഴ്സും ഒബ്ജക്റ്റീവ്സുമാണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഒരു 3 പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കുക. സോ ഇനി നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ ക്ലോസസ് ആണ്, അല്ലെങ്കിൽ കണ്ടന്റ്സ് ഓഫ് മെമ്മോറണ്ടത്തിലാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് നെയിം ക്ലോസ് അല്ലേ, അതേപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് ഓർ ഡൊമൈസൈൽ ക്ലോസ് ഓർ സിറ്റുവേഷൻ ക്ലോസ്. ഇനി ഒബ്ജക്ട് ക്ലോസ് ഉണ്ട്, ലാബിലിറ്റി ക്ലോസ് ഉണ്ട്, ക്യാപിറ്റൽ ക്ലോസ് ഉണ്ട്, അസോസിയേഷൻ ക്ലോസ് ഉണ്ട്. മക്കളെ ഒരു 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കിഡ്ലൻ ചോദ്യമാണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും അതിന്റെ കണ്ടന്റ്സും. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഐഡന്റിഫൈ ദ ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് ബിസിനസ് യൂണിറ്റ് സെല്ലിംഗ് വൈഡ് വെറൈറ്റി ഓഫ് കൺസ്യൂമർ പ്രോഡക്ട്സ് ഓൺ ദ ബേസ് ഓഫ് സെൽ സർവീസ്. എന്ന് വെച്ചാൽ ഓൺ ദ ബേസ് ഓഫ് സെൽ സർവീസിന്റെ ബേസിസിൽ വൈഡ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് കൺസ്യൂമർ പ്രോഡക്ട്സ് വിൽക്കുന്ന ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പ് ഏതാണ്, റീറ്റെയിൽ ബിസിനസ് ഏതാണെന്നാണ് ചോദ്യം. മക്കളെ ഇവിടെ കൃത്യമായിട്ടൊരു കീവേഡ് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് സെൽഫ് സർവീസ് സ്റ്റോർ. എന്തിനാണ് നമ്മൾ സെൽഫ് സർവീസ് സ്റ്റോർ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് സൂപ്പർ മാർക്കറ്റിനെയാണ് നമ്മൾ സെൽഫ് സർവീസ് സ്റ്റോർ എന്ന് പറയുന്നത്. മറക്കരുത്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പ് selling wide variety of goods attract to consumers because wide varieties, low price, self service and huge collection of merchandise ആണ്. അവിടെ വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും. കൺസ്യൂമറിന് അവർക്ക് ഡെയിലി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഷോപ്പിനെയാണ്, ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് ഷോപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ യൂഷ്വലി ട്രേഡഡ് ബ്രാൻഡഡ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് കൺസ്യൂമർ ഗുഡ്സ് സച്ച് ആസ് ഗ്രോസറി, ക്ലോത്ത്സ്, ഹൗസ് ഹോൾഡ് ഗുഡ്സ്, മെഡിസിൻ. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ തന്നെ അവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെൽഫ് സർവീസ് സ്റ്റോർ. മറക്കരുത്, സൂപ്പർ മാർക്കറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെൽഫ് സർവീസ് സ്റ്റോർ. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിലാണെന്നുണ്ടെങ്കിൽ എവറിത്തിങ് അണ്ടർ വൺ റൂഫ്. മറക്കരുത്, എവറിത്തിങ് അണ്ടർ വൺ റൂഫ് എന്ന് പഠിച്ചു വെക്കാം. സോ ഇതിന്റെ അഡ്വാൻറ്റേജസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്?
വൺ റൂഫ് ലോ കോസ്റ്റ് ആണ്, അതേപോലെ തന്നെ വൈഡ് സെലക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ നോ ബാഡ് ഡെപ്റ്റ് ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് കംപ്ലീറ്റ് ഫ്രീഡം ടു ബയേഴ്സ് ആണ്. ബയേഴ്സിന് എന്തുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഷോപ്പിംഗ് എന്താണ്, കൺവീനിയൻ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്, സൂപ്പർ മാർക്കറ്റ്സിൽ ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നോ പേഴ്സണൽ അറ്റൻഷൻ ആണ്, അതേപോലെ തന്നെ നോ ക്രെഡിറ്റ് ആണ്, ദെൻ ഹ്യൂജ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവുന്നത്. സോ അത് നിങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻസ് ആയിട്ടും അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു 3 പോയിന്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. സോ ഇത്രയുമാണ് നമ്മുടെ 7 കിഡിലൻ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും 7:30 ലൈവ് ക്ലാസ്സിലും വരുന്നുണ്ട്. സോ ആ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ +1 ബിസിനസ് സ്റ്റഡീസിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. A+ അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ഈ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ ഈ വരുന്ന പബ്ലിക് എക്സാമിന് എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.